പുതിയതായിട്ട് വീട് വെച്ച് കയറിയപ്പം ചാവി ഓരോരുത്തരുടെ കയ്യിലായിട്ട് ചാവി വെച്ചത്. കാരണം നിങ്ങൾ ഇനി ഈ വീട് സൂക്ഷിക്കേണ്ടത് നിങ്ങളാണ്, അതിനുള്ള അധികാരം തന്നു കഴിഞ്ഞിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പൊ ആ വ്യക്തിയായിട്ട് കണ്ടതുകൊണ്ടാണ് ഒരുപക്ഷെ കോൺഫ്ലിക്റ്റ് ഉള്ള ഒരു കോൺസെപ്റ്റിനെ പോലും വളരെ ഡൈല്യൂട്ട് ചെയ്ത് അമ്മയ്ക്ക് അത് കാണാൻ കഴിഞ്ഞത് എന്നുള്ളൊരു പോയിന്റ് ഉണ്ട്. അവിടുന്ന് ഫാമിലിയിൽ നിന്ന് അങ്ങനെയൊക്കെ സംഭവിക്കുന്നു. വ്യക്തിപരമായി ഉണ്ടാകുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടല്ലോ, നിരന്തരം ഇതിൽ ഏർപ്പെടുന്ന സമയത്ത് ആക്ഷേപങ്ങൾ ഉണ്ടാകുന്നു, നെഗറ്റീവുകൾ ഉണ്ടാകുന്നു. അപ്പം നമുക്ക് തന്നെ ചിലപ്പോൾ ഒരു സംശയം തോന്നുമല്ലോ, നമ്മൾ റൈറ്റ് വേയിലാണോ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്കറിയാം, ഒരു പെൺകുട്ടി ഇതിലേക്ക് സ്ത്രീയിലേക്ക് വരുമ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുള്ള കുറേ കഥകളുണ്ടല്ലോ. ലൈക്ക് അവളുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് ആണ് വരച്ചു തീർത്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ഫാൻറ്റസികളിലൂടെ അവൾ കടന്നു പോയതുകൊണ്ടാണ് അവൾക്കിത് മനോഹരമായി പോർട്രേ ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ അവളുടെ വൈയക്തികമായ അനുഭവങ്ങളാണ്. അതുകൊണ്ട് തന്നെ അവൾ ആളത്ര ശരിയല്ല അപ്പം അങ്ങനെയൊക്കെയുള്ള കുറേ നരേറ്റീവുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടല്ലോ ഭയങ്കരമായിട്ട്. പക്ഷേ ആർട്ട് ഫോം എന്നുള്ള നിലയ്ക്ക് അത് മറ്റൊരു തരത്തിലാണ് ആൾക്കോ കണ്ടുകൊണ്ടിരിക്കുന്നതും. അതിൻ്റെ ഒരു സൗന്ദര്യശാസ്ത്രപരമായിട്ട് മനുഷ്യൻ്റെ ഭയങ്കര ഒരു വികാര തീവ്രതയുടെ ഭാഗമായിട്ടൊക്കെ കാണുന്നു. അപ്പോൾ ഈ ഭാവനയുടെ ഒരു സാധ്യതയുണ്ടല്ലോ, അതിനെ മാറ്റി നിർത്തിയിട്ട് ആളുകൾ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കെല്ലാം റിയൽ ആകണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാരെ. ഇപ്പം നമ്മൾ എഴുതുമ്പോഴും നേരിടുന്ന പ്രശ്നം ഇത് എവിടെയെങ്കിലും സംഭവിച്ചതാണെന്ന് പറയാൻ ആൾക്കാർക്ക് ഒരു ബേസ്ഡ് ഓൺ ട്രൂ ഇവന്റ്സ് ആണെങ്കിൽ ആൾക്ക് കുറച്ചുകൂടി സ്വീകാര്യമാണ് ഈ പരിപാടി എന്ന് പറഞ്ഞത്. ഫിക്ഷനെ അംഗീകരിക്കാൻ വെച്ച ബുദ്ധിമുട്ടുള്ള ആൾക്കാർ. അപ്പം അങ്ങനെ ഒരു പോയിന്റിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണ് ഈ ഭാവന സങ്കല്പങ്ങൾ ഉണ്ടായി വരുന്നത്? ഈ പറഞ്ഞ പോലെയുള്ള എന്താണ് കമന്റ്സ് കാര്യങ്ങളൊക്കെ വരുമല്ലോ. അപ്പൊ അതിനെ നേരിട്ട രീതി അതാണോ അല്ലല്ലോ അതാണോ എന്നുള്ളതാണ് അല്ല എന്നുള്ളതാണ് ഉത്തരം. എന്താന്ന് വെച്ചാൽ നമ്മള് നേരത്തെ നമ്മള് വിഷയത്തെ കുറിച്ച് സംസാരിച്ച പോലെ ഒരു കൊലപാതക കഥ എഴുതാൻ കൊലപാതകം ചെയ്യണം എന്നില്ല എന്നുള്ളൊരു പോയിന്റ് ആണ്. എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടല്ലല്ലോ ആൾക്കാര് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ആ പോയിന്റിൽ തന്നെയാണ് എൻ്റെ ഉത്തരമുള്ളത്. പലതും ആലോചിച്ച് കൂട്ടി നമ്മളിങ്ങനെ ഈ പറഞ്ഞ പോലെ ആ ഒരു വാക്കിൽ നിന്ന് എന്താണ് എനിക്ക് കൺസീവ് ചെയ്യാൻ പറ്റുക. ചിലപ്പോൾ ചില വാക്കുകളിൽ നിന്ന് എനിക്ക് ഒന്നും കിട്ടില്ല. അപ്പം ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഒരു മ്യൂസിക്കിനെയാണ് ചൂസ് ചെയ്യുക. ഏതെങ്കിലും ഒരു മ്യൂസിക് റിപ്പീറ്റഡ് ആയിട്ട്, അതായത് ആ ഒരു ആർട്ട് വർക്ക് വരച്ചെടുക്കാൻ 5 to 10 hours എടുക്കും എനിക്കൊരു വർക്ക് തീർക്കാനായിട്ട്. അപ്പോൾ അത് പല ദിവസങ്ങളിലായിട്ടായിരിക്കും ചെയ്യുന്ന ആ പ്രോസസ്സിൻ്റെ ഇടയ്ക്ക് ആ ഒരു സോങ് തന്നെ ഒരു 110 പ്രാവശ്യം കേട്ട് അത് എന്നിൽ അങ്ങ് പതിയും. ആ വാക്കിൽ നിന്നൊന്നും കിട്ടിയില്ലെങ്കിൽ ആ മ്യൂസിക്കിൽ നിന്ന് എന്തെങ്കിലും എടുത്തിട്ടാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതിന്റെ പ്രോസസ്സ് തന്നെ ഡിഫറെൻ്റ് ആണ്. ചിലപ്പം പെട്ടെന്ന് കേൾക്കുന്ന ഒരാൾക്കോ ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കും എന്നുള്ളത് ഞാൻ ജീവിച്ചിരിക്കുന്ന ഒരു തെളിവാണ്. അപ്പോൾ എല്ലാം എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. നമ്മുടെ ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തോരം ആൾക്കാർ ബിസിനസ് ഐഡിയാസ് ഇടുന്നു, എല്ലാം നടക്കുന്നൊന്നുമില്ല. അത് പറഞ്ഞതുപോലെ തന്നെയാണ് എനിക്ക് ആ ഒരു കോൺസെപ്റ്റാണ്. പല ഐഡിയാസും നമ്മുടെ തലയിൽ വരും, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചിരിക്കും. അപ്പോൾ മെയിൻലി ഈ ഒരു പ്രോസസ്സിലേക്ക് ഇരിക്കുമ്പോൾ ഞാൻ വേറൊരു വ്യക്തിയാവുന്നു, അല്ലെങ്കിൽ എന്നിലെ സ്നേഹം അതൊക്കെ ഒഴുകുന്നുണ്ട് ഈ ആർട്ട് വർക്ക്സിൽ. പക്ഷെ ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് അതിലൊരു പേഴ്സണൽ കണക്ഷൻ ഉണ്ട് എന്നുള്ളൊരു പോയിന്റ് ഇല്ല. ഓക്കെ. അപ്പം ഇതിൻ്റെ മറ്റൊരു തരത്തിലേക്ക് വരുമ്പോഴത്തേക്ക്, പ്രത്യേകിച്ച് ആൺകുട്ടികളെ പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഈ കാഴ്ചാപരമായ കാര്യങ്ങൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ടല്ലോ. അവരുടെ ഒരു പരിധി വരെയുള്ള ലൈംഗിക ഉത്തേജനം എന്ന് പറയുന്നത് വളരെ കാഴ്ചയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പം മംഗളം വാരികയിലോ മനോരമ വാരികയിലോ വരുന്ന വളരെ ശരീരസമ്പുഷ്ടിയുള്ള സ്ത്രീകളെ കണ്ടുപോലും ആൾക്കാർക്ക് ലൈംഗിക ഉത്തേജനം ഉണ്ടാകുന്ന ഒരു നാടാണ് നമ്മുടേത്. അപ്പം അങ്ങനെ ഒരു സ്പേസിലേക്ക് ഇത്തരം പെയിന്റിങ്ങുകൾ വരുമ്പോഴത്തേക്കും അതിന് ഒന്ന് പബ്ലിക് അക്കൗണ്ടാണ്, പബ്ലിക്കിന് മുമ്പിലേക്കാണ് വിടുന്നത്. അത് ഇൻസ്റ്റാഗ്രാം പോലൊരു മാധ്യമം, അതിന് ഏതെങ്കിലും വിധത്തിലുള്ള പരിധികളില്ല. എന്താണ് ഇപ്പം നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ പറഞ്ഞ പോലെ ഏജ് റെസ്ട്രിക്ഷൻസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും അത് അത്തരം പ്രേക്ഷകരിലേക്കാണ്. സെറ്റിംഗ്സും ഉണ്ട് ആക്ച്വലി 25 എബോവ് എന്നുള്ളൊരു സെറ്റിംഗ്സ് ഉണ്ട്. അപ്പം അത് കുഴപ്പമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കയറുന്ന സമയത്ത് ലോഗിൻ ചെയ്യുമ്പോൾ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കാറുണ്ട്. അപ്പൊ അതിൽ വെച്ചിട്ട് നമുക്ക് ഫേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് ഇപ്പൊ 25-കാരന് 30 എന്ന രീതിയിൽ പ്രായം കൊടുത്താൽ എന്റെ അക്കൗണ്ട് കാണാൻ പറ്റും. ആ രീതിയിൽ ഏജ് റെസ്ട്രിക്ഷൻ ഉണ്ട്. പക്ഷെ എന്നാലും ഒന്നും നമ്മുടെ കയ്യിലല്ല. ഫേക്ക് അക്കൗണ്ടുകളുടെ ചാകരയാണ് എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും. അപ്പോൾ പറഞ്ഞ പോലെ ഒരാളുടെ ചോയ്സ് ആണത്. എൻ്റെ ചോയ്സ് ഇങ്ങനെ വരയ്ക്കാനും അതിന്റെ കൗണ്ടർ ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ ചോയ്സ് അത് കാണാനാണെങ്കിൽ അത് കണ്ടിട്ട് അയ്യേ എന്ന് പറയാനാണെങ്കിൽ പറഞ്ഞിട്ട് പോവാൻ കുഴപ്പമില്ല. പക്ഷെ അത് എൻ്റെ ഒരു പേഴ്സണൽ സ്പേസിലേക്ക് വന്നിട്ടുള്ളൊരു അറ്റാക്ക് ആവാതിരിക്കാൻ പരസ്പരം
അങ്ങോട്ടും ഇങ്ങോട്ടും അതൊരു ഡീലിങ്സ് പോലെയാണ്. നമ്മളത് മനസ്സിലാക്കി ആ ഒരു പേഴ്സണൽ സ്പേസ് എന്നുള്ളൊരു ബൗണ്ടറി വെച്ചുകൊണ്ട് തന്നെ എപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ചോദ്യത്തിലേക്ക് ചോദ്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനൊരു ഇടം, അങ്ങനെ ഒരു സമൂഹമാണല്ലോ നമ്മളുടെ ഇടം. അപ്പോൾ അത് ഒരു അപക്വമായ ഒരു ഏരിയയിലേക്കാണ് ഇതിൻ്റെ ഓഡിയൻസ് മാറുന്നു എന്ന് വിചാരിക്കുക. മനസ്സിലായത് ഇപ്പം ആർട്ടിസ്റ്റിക്കാണ് പരിപാടി, വളരെ മനോഹരമാണ്, എന്നിങ്ങനെയൊക്കെയുള്ള ഒരു മെച്ചുവർ ഇടത്തിനപ്പുറത്തേക്ക് ഇത് ഒരു വലിയ പബ്ലിക്കിൻ്റെ കയ്യിലാണല്ലോ ഈ സാധനം ഇരിക്കുന്നത്. അങ്ങനെ ഒരു അപക്വമായൊരു ഏരിയയിലേക്ക് വരുമ്പോഴത്തേക്കും ആ സമൂഹം എങ്ങനെയായിരിക്കും ഇതിനെ ഉൾക്കൊള്ളുന്നത്? അയാളുടെ ഈ പറഞ്ഞ പോലെ നമുക്കറിയാം ചെറിയ കാര്യങ്ങളിൽ നിന്ന് പോലും വലിയ തെറ്റുകൾ ഉണ്ടാകുന്നൊരു സമയമാണ്. മനസ്സിലായില്ലേ? സ്ത്രീകൾ, വളരെ ചെറിയ പെൺകുട്ടികളടക്കം അക്രമങ്ങൾ നേരിടുന്ന, വീടുകളിൽ പോലും നിരന്തരമായി ശാരീരികമായി പ്രശ്നങ്ങൾ ഏൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ. അപ്പം അങ്ങനെ ഒരു അപക്വ ഏരിയയിലുള്ള ആളുകളുടെ ഇത്തരം ഫാൻറ്റസികളെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിന് ഇടയാകുന്ന ഒരു ആശങ്ക എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. കാരണം ആൾക്കാർ ഈ പറഞ്ഞ പോലെ വളരെ പോസിറ്റീവായിട്ട് അവരുടെ പാർട്ട്ണറിനെ വെച്ച് മാത്രമല്ല ഇത് ചിന്തിക്കുക, അതിലപ്പുറം ഒരു ചിന്തയുണ്ട്. പക്ഷെ ഈ പറഞ്ഞ പോലെ അതിന്റെ കൺട്രോളിലില്ലാത്ത കാര്യമായതുകൊണ്ട് ഇതിന്റെ അകത്ത് വലിയൊരു ഇമ്പാക്റ്റ് എനിക്ക് ഒരു സൈഡിൽ നിന്നിട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ എനിക്കെതിരായിട്ട് ഇപ്പോൾ ലൈംഗിക ചുവയുള്ള മെസ്സേജുകളും ഫോട്ടോസും പിന്നെ എന്നോട് കൂട്ടുകൂടിയതിനു ശേഷം ആ രീതിയിൽ പെരുമാറാനോ ഇടപഴകാനോ ഉള്ള ശ്രമങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പല കാറ്റഗറിയിലെ ആൾക്കാരുണ്ട്. ഈ സപ്പോർട്ടീവായിട്ട് നമുക്ക് ഇതിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു കാറ്റഗറി ഞാൻ ഹാൻഡിൽ ചെയ്യേണ്ടി വന്നതെന്ന് പറഞ്ഞാൽ വളരെ സപ്പോർട്ടീവായിട്ട് സംസാരിച്ചുകൊണ്ട് അതായത് ഇന്നത്തെ കാലത്ത് നമ്മൾ വിചാരിക്കും ഇങ്ങനെ ഒരാളൊക്കെ ഉണ്ടോ, ഒരു ഡ്രീം വ്യക്തി എന്ന രീതിയിൽ വന്ന് നമ്മളോട് സംസാരിച്ച് ഇടപഴകി നിന്നതിന് ശേഷം അത് ആ സ്പേസ് യൂട്ടിലൈസ് ചെയ്യാനുള്ള ശ്രമവും ചിന്താഗതിയും ഒക്കെ ഉള്ള ആൾക്കാർ എന്നിലേക്ക് അപ്രോച്ച് ചെയ്തിട്ടുണ്ട്. അതായിരുന്നു ഇതിൻ്റെ അകത്തുള്ള ഒരു ഞാൻ പറഞ്ഞ രണ്ടാമത്തെ ഒരു ഷോക്കിംഗ് ആയിട്ടുള്ളൊരു ക്രൈസിസ് അതായിരുന്നു. കാരണം നെഗറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല, എനിക്ക് പോസിറ്റീവ് പറഞ്ഞാലും കുഴപ്പമില്ല. പക്ഷെ പോസിറ്റീവ് പറഞ്ഞിട്ട് അതിൻ്റെ ബാക്കിലൊരു ബാക്ക് സ്റ്റോറി ഉണ്ടാക്കുക, അല്ലെങ്കിൽ അതിൻ്റെ അത് വെച്ചിട്ട് ഒരു അറ്റാക്ക് എന്നിലേക്ക് വരിക എന്നുള്ളതായിരുന്നു ഏറ്റവും പേടിപ്പെടുത്തിയ ഒരു കാര്യം. അത് സമൂഹത്തിൽ ബാക്കിയുള്ളവരെയും എങ്ങനെ ബാധിക്കും എന്നുള്ള ആ പോയിന്റ് വന്നപ്പം ചിന്തിച്ചു. വലിയൊരു നിങ്ങൾ വ്യക്തിപരമായി നേരിടുന്ന ഒരു വലിയ പ്രശ്നമില്ലേ? കാരണം നിങ്ങൾ വരയ്ക്കുന്ന ചിത്രം വരെ നിങ്ങൾ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞൊരു വലിയൊരു പ്രശ്നം, ഗുരുതരമായ ഒരു പ്രശ്നമാണല്ലോ അത്. നമുക്ക് കോഷ്യസ് ആയിട്ട് നിൽക്കുക, അതിനെ അതായത് ആരും കണ്ണടച്ച് വിശ്വസിക്കാതിരിക്കുക എന്നുള്ളത് മാത്രമേ ഇതിൻ്റെ അത് ചെയ്യാൻ പറ്റുള്ളൂ. ഒരു പരിധിക്കപ്പുറം ആൾക്കാർ നമ്മുടെ ജീവിതത്തിലേക്ക് കൈകടത്താൻ ശ്രമിക്കും. അതില് പാളിപ്പോവാതെ നിന്നു പോവുക എന്നുള്ളതാണ്. കാരണം ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഇഷ്ടങ്ങളും അഭിപ്രായങ്ങളും സ്വാതന്ത്ര്യങ്ങളും ഒന്നും ഒരു സർക്കിളിൽ തന്നെ പൂർണ്ണമായിട്ട് ഷെയർ ചെയ്യാത്ത ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോഴും നമ്മൾ ജീവിക്കുന്നത്. അപ്പോഴാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പോഷർ കൊണ്ടുവരുന്നത്. അപ്പോൾ ആൾക്കാരത് ഏത് രീതിയിൽ എടുക്കുന്നു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. ഇപ്പൊ കൂട്ടുകാരുടെ ഇടയ്ക്ക് ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന ഒരാളിലേക്ക് ഞാൻ ഒരിക്കലും ആദ്യം തന്നെ ഇറോട്ടിക് ആർട്ടിസ്റ്റ് ആണ് എന്ന ടേബിളിലേക്ക് എടുത്ത് വെക്കില്ല, ഒരു പേജേ എടുത്ത് വെക്കില്ല. ഒരു പോയിന്റിൽ അത് കൺവേ ചെയ്താലും മിക്ക കമന്റ്സ്, മിക്ക സർക്കിളിലും ഇതിനെ ഒരു തമാശ രീതിയിലൊരു എന്തെങ്കിലും ഒരു കമന്റ് അടിച്ചില്ലെങ്കിൽ അവർക്ക് പറ്റില്ല എന്നുള്ളൊരു പോയിന്റ് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ അതിൻ്റെ കൂടെ ചിരിച്ചൊഴുകും. കാരണം ഒരാളെ ആ വിത്തിൻ സെക്കൻഡ്സ് വെച്ച് നമുക്ക് പഠിപ്പിച്ചെടുക്കാൻ പറ്റില്ല. അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. ഒരാളിങ്ങനെ വന്ന് പറയുമ്പോൾ, ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയുമ്പോൾ അവരോട് പറയേണ്ട ജോക്സ് അല്ല. അപ്പാർട്ട് ഫ്രം ദാറ്റ് ദേ ആർ ടേക്കിംഗ് സംതിങ് പാഷനറ്റ്ലി നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരുവാണ്. അത് ഡീൽ ചെയ്യേണ്ട വേറെ രീതിയിലാണെന്നുള്ളത് ഈ പറഞ്ഞ പോലെ 2 സെക്കൻഡിലാണ് ഞാൻ പുള്ളിയെ പരിചയപ്പെട്ടത്, അല്ലെങ്കിൽ കുറച്ച് നേരം ആയിട്ടുള്ളൂ ആ വ്യക്തിയെ നമ്മൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. അയാളെ നമുക്ക് തിരുത്താൻ പറ്റില്ല. നമ്മൾ ഞാൻ വലിയ റെസ്പോൺസുകൾ കൊടുക്കാതെ സൈലന്റ് ആയിട്ട് പോവാന്നുള്ളതാണ് മാക്സിമം ചെയ്തിട്ടുള്ളത്. ബ്ലോക്ക് ചെയ്യുക, ഇഷ്ടംമാതിരി ബ്ലോക്ക് കൊടുക്കുക, കമന്റുകൾ ഡിലീറ്റ് ചെയ്യുക. ഇത് തന്നെയായിരുന്നു ഒരു സമയത്ത്. വേറൊരു മാനേജറിനോ ആരെങ്കിലും വെച്ച് കഴിഞ്ഞാൽ തന്നെ അത് പ്രോപ്പറായിട്ട് ഡീൽ ചെയ്യുക. കാരണം നമ്മളെ ഇഷ്ടമുള്ള ഒരാള് അല്ലെങ്കിൽ നമ്മുടെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ ഇത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് ഒബ്വിയസ്ലി ഫ്രസ്ട്രേഷൻ ഉണ്ടാവും. എന്തിനാണ് ഒരാളോട്, കാരണം അവർ മനസ്സിലാക്കിയ പോലെ മറ്റുള്ളവർ മനസ്സിലാക്കുന്നില്ല എന്നുള്ളൊരു പോയിന്റ് വരും. അപ്പോൾ വേറെ ആരെയും ഹാൻഡിൽ ചെയ്യാൻ കൊടുക്കാൻ പറ്റത്തില്ല. അതാണ് അവസ്ഥ. അപ്പം ഇതിൻ്റെ ഒരു ടെക്നിക്കൽ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് വരയ്ക്കാനെടുക്കുന്ന ഒരു സമയം, സാഹചര്യം, ഈ ഐഡിയ ഉണ്ടാകും. ബേസിക്കലി ഐഡിയ നമ്മൾ രൂപം കൊടുക്കണമല്ലോ. ഇത് പ്യുവർ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ളൊരു സമീപനമാണ്. അവിടുന്ന് ഇത് അതിന് ശേഷമുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ചിത്രമായി എന്ന് വിചാരിക്കുക. അതിന് ശേഷം നമുക്ക് നമ്മുടെ മെസ്സപ്പുറത്ത് വെക്കേണ്ട ഒരു കാര്യമല്ലല്ലോ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഇത് ആളുകളിലേക്ക് എത്തണം എന്ന് പറയുന്നൊരു വലിയ
ടാസ്ക് ഉണ്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ എൻ്റെ ഒന്നും അറിവില്ല ഈ നാട്ടിലെങ്ങും എറോട്ടിക് പെയിൻറ്റിങ്സിൻ്റെ എക്സിബിഷൻ നടന്നതായിട്ട് എനിക്കറിയത്തില്ല. അപ്പം അതൊന്ന് എക്സിബിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പബ്ലിക്കിലേക്ക് ഇത് കൊണ്ടുവരിക, അതിനത്രത്തോളം നമ്മുടെ സമൂഹം പരുവപ്പെട്ടിട്ടുണ്ടെന്ന് മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അത്തരം എക്സ്പീരിയൻസുകൾ എന്താണ്? എക്സിബിഷനോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളിലേക്ക് സമീപിച്ചാലുള്ളൊരു? ഇപ്പോൾ ഈ ആർട്ട് വർക്ക് ഞാൻ വരയ്ക്കുന്ന തുടക്കം മുതലേ ഞാനത് ഡിസൈഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ്. അത് ആർക്കും വേണ്ടിയോ ഒരു അഭിപ്രായത്തിന് വേണ്ടിയോ മാറ്റാനോ ഒരു എക്സിബിഷന് വേണ്ടി അത് മാറ്റാനോ ഇല്ല എന്നുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായിരുന്നു. അതായത് അതിനും തൊട്ട് മുന്നാണ് ഞാൻ ബിനാലെ കാണാനായിട്ട് പോയത്. അതായത് ഈ ആർട്ട് വർക്ക് വരയ്ക്കുന്നതിന് മുന്നേ ആയിട്ട്. ആ സമയത്ത് ഒരു മതിൽ നിറഞ്ഞിരിക്കുന്ന വർക്കുകളാണ് ഞാൻ കൂടുതലും കണ്ടത്. ഭൂരിപക്ഷവും ആൾക്കാർ വലുതായിട്ട് വരയ്ക്കാനുള്ള ഒരു ടെൻഡൻസി ഉണ്ട്. എനിക്കത് വീണ്ടും ആ ഒരു ആവർത്തന വിരസത വന്നതുകൊണ്ട് ഞാൻ ഇതൊരു ചെറിയ സ്പേസിലേക്കാണ് വരച്ചേക്കുന്നത്. അതായത് 10.5 ഗാലറി എന്ന പേര് വന്നത് തന്നെ 10.5 സെന്റിമീറ്റർ ആണ് ലെങ്ത്തും ബ്രെഡ്ത്തും വരുന്നത് ഈ ആർട്ട് വർക്ക്സ് വന്നിട്ട് ഇവിടെ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ഒരു പാം സൈസ് പേപ്പറിലാണ് ഞാൻ തന്നെ പേപ്പർ ക്വാളിറ്റി സെലക്ട് ചെയ്ത് അത് കട്ട് ചെയ്ത് അതിലൊക്കെ ഞാനൊരു സന്തോഷം കണ്ടെത്തുന്നുണ്ട് ആ പ്രോസസ്സിലേക്ക് വരിക എന്നുള്ളത്. അപ്പോൾ നമ്മളൊരു ആർട്ട് എക്സിബിഷന് പോകുമ്പോൾ മേജറായിട്ടും കൂടുതലും ആൾക്കാർ ചോദിക്കുന്നത് ഇത് ഇച്ചിരി വലുപ്പത്തിൽ വരച്ചൂടെ എന്നുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഒരു ചെറിയ ക്യാൻവാസിലേക്ക് വരയ്ക്കുന്നത്, അത്രയും ഡീറ്റെയിൽ കൊടുത്ത് വരയ്ക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. വലുതിൽ ബുദ്ധിമുട്ടില്ല എന്നല്ല, പക്ഷെ ചെറുതിലേക്ക് അത് ഒതുക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഒരുപാട് ഇമോഷൻസ് കുത്തി നിറയ്ക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളൊരു പോയിന്റ് കൂടെ വരുമ്പോൾ ഏറ്റവും ഡിഫിക്കൾട്ടായിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ എക്സിബിഷനിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് റിജക്ഷൻസ് വന്നിട്ടുണ്ട്. റിജക്ഷൻസ് മാത്രമേ ഇതുവരെ കിട്ടിയിട്ടുള്ളൂ. റീസൺ എന്താണെന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഇത് പ്രൈവറ്റ് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു പ്രൈവറ്റ് ഗാലറി എന്നുള്ളൊരു സ്കീമിലേക്ക് പോകും, അല്ലെങ്കിൽ ടിക്കറ്റഡ് ആയിട്ടുള്ളൊരു സ്കീമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അല്ല പബ്ലിക്കലി ഓപ്പൺ ആയിട്ടുള്ളത് ഏജ് റെസ്ട്രിക്ഷൻസ് വരും, നമുക്ക് കുറെ പേപ്പർ വർക്ക്സ് ഉണ്ട് അതിന്റെ പുറകിൽ. ഈവൻ പോലീസ് സ്റ്റേഷനിൽ നിന്നും നമുക്ക് ഗവൺമെന്റിൽ നിന്നൊക്കെ പേപ്പേഴ്സ് വേണം. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ട് ആൾക്കാർക്ക് ആ ഒരു റിസ്ക് എടുക്കാൻ വയ്യ എന്നുള്ളത്. പിന്നെ ഓരോരുത്തർക്കും വ്യക്തിപരമായിട്ടുള്ളൊരു എന്താ പറയാ അജണ്ട ഉണ്ടല്ലോ, ആ അജണ്ടയിൽ പെടാത്തൊരു ആർട്ട് വർക്കാണ് ഞാൻ പറഞ്ഞത്. ഇതൊരു പ്രീമിയം ആർട്ട് വർക്കാണ്. ഇതിലേക്കൊരു ആർട്ടിന്റെ സാധ്യത എന്ന് പറയുന്നത് ലോക രാജ്യങ്ങളിലൊക്കെ കോടികൾക്ക് വില പതിക്കുന്ന കാര്യമാണ് ഈ ഇരിക്കുന്നത്. പക്ഷെ നമ്മുടെ നാട്ടുകാർക്ക് അതിനൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. അപ്പോൾ ഈ ആർട്ട് വർക്കിലേക്ക് നമുക്കിപ്പോൾ ഇത് പ്രദർശിപ്പിക്കാൻ പറ്റുന്ന ഒരു ചാൻസ് എന്ന് പറയുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ആർട്ട് ഗാലറീസ് ചൂസ് ചെയ്തിട്ട് നമുക്ക് ഔട്ട് കൊടുക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ ഈ ഇയർ പ്ലാൻ ചെയ്യുന്നുണ്ട് 1-2 പ്രൈവറ്റ് ആർട്ട് ഗാലറീസിൽ ടിക്കറ്റഡ് ആർട്ടും രജിസ്റ്റേർഡ് ആർട്ടും ഒക്കെ നമുക്കിത് ചെയ്യാവുന്നതാണ്, ആർട്ട് വർക്ക്സ് ഗാലറി ആയിട്ട്. അതിലുപരി എനിക്ക് ഈ ആർട്ട് വർക്ക്സ് എനിക്ക് സ്വന്തമായിട്ടൊരു ഗാലറി ഫോർ ഇറോട്ടിക് ആർട്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ് ഉണ്ട്. ഞാൻ വരച്ചു തുടങ്ങാൻ വേറൊരു സെറ്റ് ഓഫ് ആൾക്കാരോട് ഒരു റീസൺ ഉണ്ട്, ഫോട്ടോഗ്രാഫേഴ്സ് മെയിൻലി. ഇപ്പോൾ ഇറോട്ടിക് ആൻഡ് ന്യൂഡ് ഫോട്ടോഗ്രാഫ്സ് എടുക്കുന്ന ഒരുപാട് ഇൻസ്റ്റാഗ്രാമിലൂടെ തന്നെ പരിചയപ്പെട്ട അല്ലെങ്കിൽ അവരുടെ ഫോട്ടോഗ്രാഫ്സ് കണ്ട് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഇതുണ്ട്. എനിക്ക് അവരെ പുറത്ത് ലൈം ലൈറ്റിലേക്ക് കൊണ്ടുവരണമെന്നുണ്ട്. മോർ ദാൻ ഈ ഒരു ആർട്ട് വർക്ക് ഒരു ആർട്ടിസ്റ്റ് വരയിൽ എന്നതിലുപരി ഫോട്ടോഗ്രാഫ്സിനെ കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്യണമെന്നുണ്ട്. അപ്പോൾ എനിക്ക് പേഴ്സണലി ഞാൻ കണക്റ്റഡ് ആയിട്ടുള്ള 1-2 ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ട്. അവരുടെ ആർട്ട് വർക്ക്സ് എനിക്ക് എൻ്റെ ഗാലറിയിൽ ഔട്ടായിട്ട് ചെയ്യണം എന്നുണ്ട്. സോ ഒരു അൾട്ടിമേറ്റ്ലി ഒരു ഫിസിക്കൽ ഗാലറി ഓപ്പൺ ചെയ്യാന്നുള്ളൊരു കോൺസെപ്റ്റ്. മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന പല ഫോട്ടോഗ്രാഫേഴ്സും ന്യൂഡ് ഫോട്ടോഗ്രാഫിയിൽ താല്പര്യം ചെയ്യുന്നുണ്ട്, പക്ഷെ അവർ പോലും അത് പുറത്ത് പറയുന്നില്ല എന്ന് പറഞ്ഞാൽ എനിക്കും വ്യക്തിപരമായി അങ്ങനെ കുറച്ച് ആളുകളെ പരിചയമുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ആൾക്കോടെ പെയിന്റിങ്സിന്റെ സൈസ് വരുന്നത്. ചെറിയൊരു ക്യാൻവാസിനാണ് പുള്ളിക്കാരി ആ ലോകം ഇങ്ങനെ കാണിക്കുന്നത്. ഒരുപാട് പെയിന്റിങ്സ് ഉണ്ട്, പക്ഷെ നമുക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങളുള്ളത് പറ്റില്ല. പ്രത്യേകിച്ച് ഇപ്പം ഞാൻ ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ് ഒന്ന് ഈ വിഷയം നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന ഒരു രീതിയുണ്ടല്ലോ. ഞാൻ മുമ്പ് സൂചിപ്പിച്ച പോലെ തന്നെ ശരീരമായാലും നഗ്നതയായാലും രതിയായാലും മേക്കിംഗ് ഓഫ് ലവ് എന്ന് പറഞ്ഞൊരു മോഡുണ്ടല്ലോ, അതിൻ്റെ ഒരു തരം ഒരു സാമ്പ്രദായിക രീതിയല്ല ആൾക്കോ പിടിച്ചു വരുന്നത്. ഇപ്പം ഈ പെയിന്റിങ് തന്നെയാണെങ്കിൽ ഒരു പുരുഷനാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്, അല്ലേ? പക്ഷെ അദ്ദേഹം കാതിലൊരു കടുക്കനെ കെട്ടിയിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ഒരു ചങ്ങലക്കെട്ടിൽ നിയന്ത്രിതനായിട്ടുള്ള ഒരു വ്യക്തി. ഇതൊരു അല്ലാത്ത ഒരു ഭാവനയാണ്. അപ്പം ഇത്തരം കോൺസെപ്റ്റുകളിലേക്ക് വരിക എന്ന് പറഞ്ഞൊരു ഒരു ആലോചനയ്ക്ക് എടുക്കുന്ന ഒരു തരം
സമയമുണ്ടല്ലോ. അപ്പം പിന്നെ അല്ലാതെ തന്നെ നമ്മുടെ ഇപ്പം ദൈനംദിന ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിത്രീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ വിഷയത്തിൻ്റെ ഒരു തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ വരയ്ക്കാൻ ഇതാണ് വരയ്ക്കേണ്ടത് എന്ന് പറഞ്ഞ തീരുമാനത്തിലേക്ക് എത്തുന്നത്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു പുരുഷനെ ഒരു സ്ത്രീ ഛായയുള്ളൊരു പുരുഷനെ ഒരു ചങ്ങലക്കെട്ടിനുള്ളിലേക്ക് നിർത്തി അദ്ദേഹത്തിൻ്റെ ശരീരത്തെ അതിൻ്റെ സാധ്യതകളിലേക്ക് കടത്തിവിടുക എന്ന് പറയുന്ന ഒരു പോയിന്റ് ഉണ്ട്. അങ്ങനെയുള്ള ആലോചനകളിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്? ഇപ്പോൾ ഈ ആർട്ട് വർക്ക് തന്നെ എടുക്കുകയാണെങ്കിൽ സബ്മിസീവ് എന്നാണ് വേർഡ് എനിക്ക് കിട്ടിയത്. അപ്പോൾ സബ്മിസീവ് എന്ന വേർഡിൽ പറയുന്ന പോലെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാവുന്ന ഒരു തോട്ട് എന്ന് പറയുന്നത് സ്ത്രീയെ സബ്മിസ് ചെയ്യുക, ഡോമിനന്റ് വിൽ ബി മെയിൽ എന്നുള്ളൊരു, അതിനെ കോൺട്രഡിക്റ്റ് ചെയ്തിട്ടുള്ളൊരു കോൺസെപ്റ്റ് വേണം എന്നുള്ള ആലോചനയിലാണ് ഈ ഒരു കോൺസെപ്റ്റ് വന്നത്. പിന്നെ ഇപ്പോൾ ആ ആർട്ട് വർക്കിൽ ശ്രദ്ധിച്ചു നോക്കിയാൽ അറിയാം, ഡിസ്കംഫർട്ട് എന്ന് പറഞ്ഞിട്ടൊരു സാധനമില്ല, എൻജോയ് ചെയ്യുന്നതാണ് വാട്ട് എവർ യു ഡു. ഇപ്പോൾ ആക്ച്വലി സെക്സ് ഇസ് ആക്ച്വലി പെയിൻ വിത്ത് പ്ലഷർ. അത് മനസ്സിലാക്കാതെ പോകുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല. ഇതിലൊരു വേദനയുണ്ട്. ആ വേദന ഏത് രീതിയിൽ, അത് ആസ്വദിക്കുന്ന വേദനയാണ്. ഇതിൽ വരച്ചിട്ടുള്ളതെല്ലാം ആസ്വദിക്കുന്ന വേദനകൾ തന്നെയാണ്. അപ്പൊ ആ കോൺസെപ്റ്റിൽ നിന്ന് നമ്മൾ പുറത്തു പോവാതെ അതിൽ ആ ചട്ടക്കൂടിനുള്ളിൽ നിന്നുകൊണ്ട് തന്നെ എന്നാ വ്യത്യസ്തമായിട്ട് എന്ത് വരയ്ക്കാം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. ആദ്യം ഒരു സാധാരണ മനുഷ്യന്റെ സബ്മിസീവ് എന്നൊരു വേർഡ് കേൾക്കുമ്പോൾ വരുന്നതിന്റെ കൗണ്ടർ ഓപ്പോസിറ്റ് വരയ്ക്കും. ഇതാണ് ഓരോ ആർട്ട് വർക്കിലും എന്താണോ നിങ്ങളുടെ മനസ്സിൽ തോന്നാൻ സാധ്യത ഉള്ളത് അതല്ല ഞാൻ വരയ്ക്കുക. ഇപ്പൊ ചിലപ്പോൾ സബ്മിസീവ് എന്ന വേർഡ് കേൾക്കുമ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ ചിന്തകൾ ആൾക്കാരുടെ മനസ്സിലേക്ക് കടന്നു പോകാം. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഓരോ ആർട്ട് വർക്ക്സിലും പല ഈവൻ ആനിമൽസിനെ എക്സ്പ്ലോർ ചെയ്ത് പോലും ഞാൻ ചെയ്തിട്ടുണ്ട്. അതെനിക്ക് ഇൻസ്പിറേഷൻ കിട്ടിയിട്ടുണ്ട്. ജാപ്പനീസ് ആർട്ട് വർക്ക്സിലൊക്കെ അത്യാവശ്യം അങ്ങനെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. അതായത് നാടകമായിട്ടും ഇത് കാണിക്കാറുണ്ട്, അല്ല പെയിന്റിങ്സിലും ഇത് വരാറുണ്ട്. ആനിമൽസിന്റെ ഇൻവോൾവ്മെന്റ് ഇൻ ഫാന്റസി എന്നുള്ളൊരു പോയിന്റ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് എനിക്കൊരു ഇൻസ്പിറേഷൻ കിട്ടിയത്. ഓക്കെ, എന്നാ പിന്നെ അങ്ങനെയും കൂടെ പ്രകൃതി ഒരു ഇടമാകുന്നുണ്ട് പലപ്പോഴും. മരങ്ങൾ, ചില്ലകൾ, കാടുകൾ എന്ന് പറയുന്ന നമ്മള് തുണികൾ നമ്മൾ നെയ്തില്ല അല്ലെങ്കിൽ ഇലകൾ വെച്ച് മറച്ചില്ലെങ്കിൽ അങ്ങനെ തന്നെയായിരുന്നു എല്ലാരും നടക്കേണ്ടത് ഇന്നും. ആ എവല്യൂഷൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ ഈ ഇരിപ്പിലിരിക്കുന്നത്. അല്ലെങ്കിൽ അത് വളരെ കോമൺ ആയിട്ടുള്ള, അതെ, നമ്മൾ നഗ്നരായി നടക്കുന്നത് സ്വാഭാവികമായിട്ടുള്ളൊരു കാര്യമായി മാറിയേനെ. പക്ഷെ അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ, അത് എൻ്റെ ഒരു വേൾഡ് ക്രിയേഷൻ ആണ്, അങ്ങനെ ഒരു ലോകം ഉണ്ടായിരുന്നെങ്കിൽ എന്തായാലും എന്നുള്ളത്. ഈ നഗ്നത എന്ന് പറയുന്നൊരു പോയിന്റ് ഉണ്ടല്ലോ, വളരെ സാധ്യതയുള്ളൊരു മേഖലയാണല്ലേ. ഇപ്പം ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്ക് ഒട്ടേറെ വർഷമായി പരിചയമുള്ള വളരെ അടുപ്പമുള്ള ഒരാളെന്ന് പറഞ്ഞാൽ പോലും ഒരു പക്ഷേ നമ്മളൊന്ന് അയാളുടെ അടുത്ത് നിന്ന് ഡ്രസ്സ് മാറാൻ മേടിക്കും. പക്ഷെ ഈ പ്രണയത്തിലേക്ക് വരുമ്പോഴത്തേക്കും അല്ലെങ്കിൽ രതിയിലേക്ക് വരുമ്പോഴത്തേക്കും അവിടെ നമുക്ക് ഉപാധികളില്ല. ഈ പറഞ്ഞ ആ ഒരു അതിൻ്റെ ഒരു സ്വാതന്ത്ര്യം, നഗ്നതയുടെ വലിയൊരു സ്വാതന്ത്ര്യമുണ്ട്. അതിൻ്റെ ഒരു കൺസെൻറ്റ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ വലിയൊരു സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെ പൊട്രേ ചെയ്യാനെടുക്കുന്നു, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു തരം വൈകാരികതയല്ലോ, അതിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ, ഈ നഗ്നതയുടെ ശരീരത്തിൻ്റെ ഒരു പൊളിറ്റിക്സ് ഉണ്ടല്ലോ. ആ രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? ശരീരം എന്ന് പറയുന്ന ഒരു വലിയ ക്യാൻവാസ്, എന്നാൽ എല്ലാ മനുഷ്യർക്കും ഇടപെടാൻ കഴിയുന്ന, എന്നാൽ എല്ലാ മനുഷ്യരും ആ സാധ്യത കണ്ടെത്താതെ പോകുന്ന വലിയൊരു ഇടമാണല്ലോ ശരീരം എന്ന് പറയുന്നത്. അപ്പം അതിനെ എങ്ങനെയാണ് കാണുന്നത്? ഈ ആ ഒരു രാഷ്ട്രീയത്തെ എങ്ങനെയാണ് കാണുന്നത്? രണ്ട് കാറ്റഗറിയിലുള്ള മനുഷ്യന്മാർ, അത് പ്രായത്തിലാവട്ടെ ശരീരരൂപത്തിലും ഭാവത്തിലും ഏതോ രണ്ട് കാറ്റഗറിയിൽ പെടുന്ന ആൾക്കാർ കൈകോർത്ത് നടന്നു കഴിഞ്ഞാൽ പലതിനും പല അർത്ഥമാണ്. ഒരു കൊച്ചുകുട്ടിയും അമ്മയും തമ്മിൽ കൈകോർത്ത് നടക്കുന്ന പോലെ അല്ല കാമുകൻ കൈകോർത്ത് നടക്കുന്നത്. ഓരോന്നിനും ഓരോ അർത്ഥമാണ്. ഓരോ ടച്ചിനും അതിൻ്റെതായിട്ടുള്ള അർത്ഥമുണ്ട്. അത് റിസീവ് ചെയ്യുന്ന ഇതൊരു കണക്ഷൻ പോലെയാ, ഇലക്ട്രിക് കണക്ഷൻ പോലെയാ. അപ്പോൾ നമ്മൾ റിസീവ് ചെയ്യുന്ന ആളും കൊടുക്കുന്ന ആളും ഒരേ പേജിൽ നിന്നാലേ അതിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്നൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചൊരു പോയിന്റ് ഉണ്ട്. ഇപ്പോൾ കല്യാണം കഴിച്ചു, വേറെ എക്സ്ട്രാ മാരിറ്റൽ അഫെയർ, സെക്ഷൽ ഫ്രസ്ട്രേറ്റഡ് ആണ് ആൾക്കാർ എക്സ്ട്രീംലി. അപ്പോൾ ആ സാറ്റിസ്ഫൈ എന്തുകൊണ്ട് കിട്ടുന്നില്ല? നിങ്ങളുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയെ മനസ്സിലാക്കാത്തത് കൊണ്ട് കിട്ടുന്നില്ല. അപ്പൊ ആ മനസ്സിലാക്കുന്ന പോയിന്റ്, ആ ഈക്വൽ പോയിന്റ് എവിടെ എത്തുന്നോ അവിടെ സെറ്റിൽ ഡൗൺ ചെയ്യും ആൾക്കാർ. ഇതിന്റെ ഒരു മേജർ പോയിന്റ് റിവോൾവ് ചെയ്യുന്നത് അങ്ങനെയാണ്. ശരീരം കൊണ്ട് നമുക്ക് ഒരുപാട് ഇമോഷൻസ് കൺവേ ചെയ്യാൻ പറ്റും. ഒരു ഹഗ്ഗിൽ എന്തോരം ഇമോഷൻസ് ഉണ്ട്. ഇപ്പോൾ വളരെ തകർന്നൊടിഞ്ഞിരിക്കുന്ന ആൾക്കും ഏറ്റവും സന്തോഷത്തിന്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ആളും ആദ്യം ആഗ്രഹിക്കുന്നത് ഒരു ഹഗ്ഗാണ്. ഒരു ഹാൻഡ് ഷേക്കിലുപരി ഒന്ന് ഇറുക്കി ഒന്ന് കെട്ടിപ്പിടിക്കുന്നതിൽ ഒരുപാട് അർത്ഥമുണ്ട്. മനുഷ്യന്റെ എക്സിസ്റ്റൻസ് അതിൽ റിവോൾവ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. ഒരു ഹഗ്ഗിന്റെ
അകത്തുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്കിത് പൂർണ്ണമായിട്ടൊരു സെക്ഷുവലൈസ്ഡ് അല്ലെങ്കിൽ എന്താ പറയുക ന്യൂഡിറ്റി എക്സ്പ്ലിസിറ്റ് ആയിട്ട് അങ്ങനെ എനിക്ക് പറയാൻ പറ്റില്ല. ഇതിൻ്റെ അകത്തൊരു വലിയ പ്രണയമുണ്ട്. ശരീരങ്ങൾ തമ്മിലുള്ള പ്രണയമാണിത്. ഓരോ ശരീരഭാഗങ്ങളെയും നമ്മൾ ആസ്വദിച്ച് കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് തൊട്ട് തലോടി നമ്മൾ സ്നേഹിക്കുവാണ്. ആ സ്നേഹത്തെ മനസ്സിലാക്കാതെ ഒരിക്കലും എനിക്കിങ്ങനെ വരയ്ക്കാൻ പറ്റില്ല. ആ സ്നേഹം മനസ്സിലാക്കിയത് കൊണ്ടാണ്, അത് അറിയേണ്ടതാണ്. ഇപ്പോൾ ഞാൻ തന്നെ എൻ്റെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയിട്ടുള്ള കമൻ്റാണ്, എൻ്റെ ഒരു ഹഗ് ഭയങ്കര സ്ട്രോങ് ആണ്. കാരണം അതിൻ്റെ വാല്യൂ അറിയാന്നുള്ള ആൾക്ക് അത് സ്ട്രോങ് ആയിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിൻ്റെ അകത്തൊക്കെ എങ്ങനെയാണ് നമ്മൾ വൾഗാരിറ്റി കൊണ്ടുവരുന്നത്? അതൊന്നും ഇല്ലാത്തൊരു ലോകമാണ് എൻ്റെത്. വൾഗാരിറ്റി, ഇതിൻ്റെ അകത്തൊന്നും വൾഗാരിറ്റി ഇല്ല എൻ്റെ കോൺസെപ്റ്റിൽ. അതിപ്പോൾ പറഞ്ഞ പോലെ കാഴ്ചപ്പാടിൻ്റെ വ്യത്യാസം കൊണ്ട് എൻ്റെ കോൺസെപ്റ്റിൻ്റെ അകത്ത് ആ ഒരു പോയിന്റേ വരുന്നില്ല. എല്ലാം സ്നേഹമാണ്, എല്ലാം പ്രണയമാണ്. ആ പ്രണയമാണ് ഞാൻ പകരാൻ ശ്രമിക്കുന്നത്. അതൊരു പകർച്ചവ്യാധിയായിട്ട് ഇങ്ങനെ അതെ. ഇപ്പോൾ ഒരുപാട് പേര് എന്നോട് വന്നിട്ട് ഞാൻ വരയ്ക്കുമായിരുന്നു, ആരെയും കാണിക്കില്ല, ഇപ്പം ഇച്ചിരി ധൈര്യമുണ്ട് കാണിക്കാനൊക്കെ. ആൺ സുഹൃത്തുക്കളും പെൺ സുഹൃത്തുക്കളും വരയ്ക്കുന്ന ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരു ധൈര്യം കൊടുക്കലാണ്. ഇതിൽ തെറ്റില്ല എന്ന് പറയുകയാണ്. തെറ്റുണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങളുടെ മാനസികമായിട്ടുള്ള ആ വ്യക്തി തീരുമാനിക്കണം. ഇതിൻ്റെ അകത്ത് അവരുടെ ഇൻറ്റൻഷൻ എന്താണ്? ഓരോ വ്യക്തിക്കും ഓരോ ഇൻറ്റൻഷൻ. ഇപ്പോൾ ഓരോ ആർട്ടിസ്റ്റിനും ഓരോ ഇൻറ്റൻഷൻ ഉണ്ട്. അവരുടെ ഇൻറ്റൻഷൻ വൾഗാരിറ്റി ലൈക്ക് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണെങ്കിൽ അതങ്ങനെ തന്നെ വരും. അപ്പം മാത്രം എന്ന് പറയുന്നത് വലിയ സാധനമായിട്ടല്ലോ. അപ്പം പറഞ്ഞ പോലെ നമ്മുടെ രതിസങ്കല്പങ്ങളെ ഏറ്റവും അധികം കടിഞ്ഞാണിട്ട് കളഞ്ഞ ഒരു വസ്തുവിൻ്റെ പേര് ഒന്ന് പെനിട്രൽ സെക്സിനെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന, ഗർഭധാരണത്തിനുള്ള ലൈംഗിക ബന്ധത്തെ മാത്രം പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സമൂഹമാണ്. ഒരു പരിധിവരെ നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം ആളുകളും അത് ഫോളോ ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നൊരു ഈ പറഞ്ഞ പോലെ ഒരു സംതൃപ്തിയുടെ പ്രശ്നമുണ്ടല്ലോ ആളുകൾക്ക്. ഇപ്പം ബൈബിളിൽ തന്നെ ഒക്കെ എടുക്കുകയാണെങ്കിൽ ബീജം നിലത്തിട്ട് കളഞ്ഞ ഒനാൻ എന്ന് പറയുന്ന ഒരാളുടെ കഥയുണ്ട്. ഇപ്പം അത് വലിയ പാപമാണ്. അതായത് ഗർഭധാരണത്തിനല്ലാതെ നിങ്ങൾ ഒരു ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ടെങ്കിൽ, പക്ഷേ ഒരു സെക്ഷുവൽ പ്ലഷർ എന്ന് പറയുന്നത് സൈക്കോളജിക്കലി സെയിങ് അല്ലെങ്കിൽ ബയോളജിക്കലി സെയിങ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം പെനട്രൽ സെക്സ് അല്ല കുറച്ചുകൂടെ സാറ്റിസ്ഫൈങ് ആയിട്ടുള്ളത് എന്ന് പറഞ്ഞൊരു പോയിട്ടുണ്ട്. പക്ഷേ മതം, പോൺസ് ഇങ്ങനെയൊക്കെ കൊടുക്കുന്ന ഒരു തരം ഇൻഫർമേഷൻസ് ഉണ്ടല്ലോ, അത് ഈ പറഞ്ഞ പോലെ അതൊരു പ്ലഷറിൻ്റെതല്ല ഒരു പരിധി വരെ. ഈ പറഞ്ഞ ആ ഒരു കോൺസെപ്റ്റിൻ്റെതാണ്. അപ്പം അതാണോ എടുക്കാൻ ശ്രമിക്കുന്നത്? ലൈക്ക് ഈ മുമ്പ് സൂചിപ്പിച്ച പോലെ ഈ പ്ലഷർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറച്ചുകൂടെ വിപുലമാക്കുക, ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞൊരു ഉദ്ദേശം. മനുഷ്യ ശരീരത്തെ മെറ്റീരിയൽ ആയിട്ട് കാണുന്ന ഒരു സമൂഹമാണ് നമ്മൾക്ക് ചുറ്റുമുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ കല്യാണം കഴിക്കുന്നതിനാ കുട്ടികളുണ്ടാക്കാൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റിലോട്ട് ഇപ്പോഴും അത് മാറിയിട്ടില്ല. സമൂഹം മാറി മാറി എന്ന് പറഞ്ഞാലും ഇപ്പൊ കുറച്ച് സിനിമകൾ സംസാരിക്കുന്നുണ്ട് ആ വിഷയത്തെക്കുറിച്ച് നല്ല ഡീപ്പായിട്ട്. അതായത് അങ്ങനെയല്ല എന്നുള്ളൊരു സ്ഥാപനം വെച്ചിട്ടുള്ളൊരു. അപ്പം അതിലുപരി നമുക്കിപ്പോ എന്താ പറയാ, കോൺസെപ്റ്റുകൾ കോൺഫ്ലിക്റ്റ് ചെയ്യുന്നുണ്ട് പലയിടത്തും. നമ്മൾ ഈ പറഞ്ഞ പോലെ സ്ത്രീകളെ മെറ്റീരിയലൈസ് ചെയ്യുന്നതും പുരുഷന്മാരെ മെറ്റീരിയലൈസ് ചെയ്യുന്നതും ഇന്നീ സമൂഹത്തിൽ ഈക്വലായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചോദ്യം ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. അല്ല, ഞാൻ ഉദ്ദേശിച്ചത് പ്ലഷർ എന്ന് പറയുന്നതിനും കൂടെ ഉണ്ടല്ലോ, അതിന് ഒരു വ്യാപനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ലൈംഗിക ബന്ധം എന്ന് പറയുന്നത് എന്തെങ്കിലും പർട്ടിക്കുലർ ഉദ്ദേശത്തിൻ്റെ പുറത്ത് നമ്മൾ ചെയ്തൊരു കാര്യമല്ല. അത് മനുഷ്യൻ്റെ സ്നേഹപ്രകടനത്തിൻ്റെ ഒരു എന്താണ് വികാര വിക്ഷോഭത്തിൻ്റെയൊക്കെ ഒരു ഭാഗമാണ്. അതല്ലാതെ ഈ പറഞ്ഞ പോലെ അതായത് പങ്കാളിയുടെ ഒരു ഇടപെടൽ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ. ഒരു പരിധിവരെ നമ്മുടെ വീടാങ്ങളിൽ നടന്നൊരു പ്രശ്നം എന്ന് ചോദിച്ചത് ഒരു റേപ്പ് എന്ന് പറയുന്ന വലിയൊരു സാധനം ഉണ്ടല്ലോ നമ്മുടെ നാട്ടിൽ കിടക്കുന്നത്. പക്ഷെ ഒരു പരിധിവരെ വീടുകൾക്ക് മുറിക്ക് പുറത്തേക്ക് അത് പുറത്തേക്ക് പോലും വരുന്നില്ല. ഒന്ന് കൃത്യമായ ലൈംഗിക വിദ്യാഭ്യാസം ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം. പിന്നെ ഈ അതിന് മുമ്പുണ്ടാകുന്ന ഈ വിദ്യാഭ്യാസത്തിൻ്റെ പ്രശ്നമാണ്. അതിന് മുമ്പുള്ള കുറേ ധാരണകളുടെ പുറത്താണ് ഓരോ മനുഷ്യരും എന്താണ് കിടക്കയിലേക്ക് എത്തുന്നത്. അങ്ങനെയുള്ളൊരു വിഷയങ്ങളുണ്ടല്ലോ. അപ്പം അതിനൊന്ന് റീസ്ട്രക്ചർ ചെയ്യുക എന്ന് പറഞ്ഞൊരു ദൗത്യമുണ്ട്. കലാകാരൻ എന്നുള്ള നിലയ്ക്ക് അങ്ങനെ ഒരു ദൗത്യമില്ലേ? അതാണ് അതിനെങ്ങനെയാണ് കാണുന്നത്? ഈ പറഞ്ഞ പോലെ അടിച്ചേൽപ്പിക്കാൻ പറ്റില്ല ആരെ. ഇപ്പോഴും ഒന്നും അറിയാതെ ഇതിലേക്ക് ഇറങ്ങി ചെല്ലുന്ന ആൾക്കാരുണ്ട്. എന്താണ് പാർട്ട്ണറുമായിട്ട് ആ കൺസെന്റ് എന്നുള്ളൊരു സാധനത്തെ കുറിച്ച് പോലും രണ്ടുപേർക്കും ഒരു ധാരണയില്ലാത്ത ഒരു ജീവിത ശൈലി കാണുന്നുണ്ട് ഇപ്പോഴും. എത്ര നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ അറിവ് കൊടുത്താലും
ഒരു ചെവി കൂടെ കേട്ട് വേറെ ചെവി കൂടെ കളഞ്ഞ് അതിനെ വേറെ അർത്ഥങ്ങൾ കണ്ടുപിടിച്ച് അത് ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഈ സ്കൂളുകളിൽ ആ ചാപ്റ്റർ വരുമ്പോൾ ഇങ്ങനെ അങ്ങ് ഫ്ലിപ്പ് ചെയ്ത് പോവാന്നുള്ളത് ഞാൻ പഠിച്ച കാലത്തും അങ്ങനെ തന്നെയായിരുന്നു, ഒരു മാറ്റമില്ല. അതായത് നിങ്ങൾ വീട്ടിൽ പോയി വായിച്ച് പഠിക്കൂ എന്ന് പറഞ്ഞിട്ടൊരു സ്കിപ്പ് ഉണ്ട് ആ ഒരു ക്ലാസ്. എന്നാൽ ആ ക്ലാസ്സിൽ 100% അറ്റൻഡൻസും കാണും കേട്ടോ ആ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട്. പക്ഷെ നിരാശയാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. അവിടെ ഇവിടെയും ചെറിയ സംഭവം ഞങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് ഞാനിത് വായിച്ചാല് നിങ്ങൾക്ക് ചിരി വരും, നിങ്ങൾക്ക് ചിരി വരും, അതാണ് ടീച്ചർ നമ്മളോട് പറഞ്ഞത്. അതുകൊണ്ട് നിങ്ങളിത് വായിച്ച് മനസ്സിലാക്കിയാൽ പക്ഷെ ചെയ്യുന്ന വലിയ ക്രൂരതയാണ്. സെക്സ് എഡ്യൂക്കേഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റിയൊരു പോയിന്റ് ആണത്. ആ ആകാംക്ഷ, ആ ഒരു ജിജ്ഞാസയോട് വരുന്ന കുട്ടികളിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ നമ്മൾ തല്ലി കെടുത്തി പിന്നെ അത് മുന്നോട്ട് പോയി. പിന്നെ സുഹൃത്തുക്കൾ തമ്മിലുള്ള സംസാരം അറിയാമല്ലോ, അതിനൊരു ബൗണ്ടറി ഇല്ല. അത് തെറ്റേത് ശരിയേതെന്നുള്ള തിരിച്ചറിവില്ലാതെ സംസാരിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിലൊരു കോൺസെപ്റ്റ് ഉണ്ടാക്കിയെടുക്കും. ഈവൻ ഭയത്തോടു കൂടി പെൺകുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട്, എടാ എന്റെ കല്യാണം ഉറപ്പിച്ച് ഞാൻ എന്താ ചെയ്യാ എന്നുള്ള ചോദ്യത്തില് വന്നെത്തുന്നുണ്ട്. അപ്പൊ ഇതൊരു റെസ്പോൺസിബിലിറ്റി ഞാൻ ആയിട്ട് ഏറ്റെടുക്കുന്നില്ല. കാരണം ഐ എം ജസ്റ്റ് മിയർ ആൻ ആർട്ടിസ്റ്റ്, അത്രേ ഉള്ളൂ. അതിലുപരി എനിക്ക് ഒരാളുടെ ജീവിതത്തെ എത്രത്തോളം സ്വാധീനിക്കാൻ പറ്റും എന്നുള്ളത് അയാളുടെ ഒരു ബാൻഡ് വിഡ്ത്ത് അനുസരിച്ചിരിക്കും. എനിക്ക് അതിലേക്ക് ഞാൻ ആരുടെയും പ്രൈവസിയിലേക്ക് കടന്നെത്താനോ അല്ലെങ്കിൽ ഞാനൊരു സംസാര വിഷയമാവാനോ ശ്രമിക്കാത്ത ഒരു ആർട്ടിസ്റ്റാണ്. എൻ്റെ മനസ്സിൽ വരുന്ന കോൺസെപ്റ്റുകളെ പ്രദർശിപ്പിക്കുക, അതിൽ നിന്നും ഒരു സർക്കിൾ എടുക്കുക എന്നുള്ളതല്ലാതെ ഇതിലൊരു വലിയൊരു സമൂഹത്തിലൊരു വലിയ മെസ്സേജ് കൊടുത്ത് ഞാനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ഇവിടെ നിരത്താനോ അല്ലെങ്കിൽ അത് വെച്ചിട്ട് തന്നെ ജഡ്ജ് ചെയ്യാനോ വേണ്ടിയിട്ട് നിന്ന് കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല ഞാൻ. ശരീരത്തെ, സ്ത്രീ ശരീരത്തെ ആയാലും പുരുഷ ശരീരത്തെ ആയാലും ഒബ്ജക്ടിഫൈ ചെയ്യുന്നു, അതായത് ഒരു വിൽപ്പന വസ്തുവാക്കുന്നു എന്ന് പറയുന്ന ഒരു വിമർശനം കേട്ടാൽ എങ്ങനെയായിരിക്കും അതിനുള്ള പ്രതികരണം? 90% ആൾക്കാർക്കും ആ ഒരു ചിന്താഗതി ഉണ്ട്. മെറ്റീരിയലിസ്റ്റിക് ആയിട്ടാണ് കാണുന്നത്. ഇൻ ദ സെൻസ് ഒരു കോൺവെർസേഷൻ്റെ ഇടയ്ക്ക് എനിക്ക് ഉണ്ടായൊരു റെസ്പോൺസ് ആയിരുന്നു. അതായത് സെക്സ് ടോയ്സും പ്രോസ്റ്റിറ്റ്യൂട്ടുകളും ഒന്നാണ്. ഒട്ടും ഡൈജസ്റ്റ് ആവാത്തൊരു സ്റ്റേറ്റ്മെന്റ് ആയിരുന്നു അത്. അത് എനിക്ക് പേഴ്സണലി കണക്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അത് പറഞ്ഞത്. അപ്പോൾ വളരെയധികം ഷോക്കിംഗ് ആയിരുന്നു അത്. ഓക്കെ, എനിക്കറിയാന്നുള്ള വ്യക്തിയിൽ നിന്നും ഈ ഒരു വിഷയത്തിലേക്ക് വരുമ്പോൾ വ്യക്തികളുടെ അഭിപ്രായവും അവരുടെ കാഴ്ചപ്പാടും ഒക്കെ വേറൊരു വ്യക്തിയായിട്ട് തന്നെ മാറി. രണ്ട് വ്യക്തിയാണെന്ന് എനിക്ക് തോന്നിപ്പോയി. ഞാൻ ഇതുവരെ സംസാരിച്ചുകൊണ്ടിരുന്ന ആള് വളരെ നൈസായിട്ട് പ്രണയത്തെക്കുറിച്ചൊക്കെ ഘോര പ്രസംഗിക്കുന്ന ഒരാൾ എങ്ങനെ ഇങ്ങനൊരു ചിന്താഗതിയിൽ എത്തി എന്നുള്ളതായിരുന്നു. ഒരു പ്ലാസ്റ്റിക് മെറ്റീരിയലും ഒരു സ്ത്രീ മനുഷ്യനും, അതിലുപരി അവനതൊരു മെറ്റീരിയൽ ആണ് എന്ന് പറഞ്ഞപ്പോ അതാണ് സമൂഹത്തിന്റെ കടം. അതിൽ മാറ്റം എപ്പോൾ വരും എന്ന് വരും എന്നൊന്നും, അല്ലെങ്കിൽ എൻ്റെ ആർട്ട് വർക്ക് കൊണ്ടോ ഞാൻ എന്തെങ്കിലും സംസാരിച്ചത് കൊണ്ടോ എന്തെങ്കിലും ഒരു ചേഞ്ച് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. മനുഷ്യനെ മെറ്റീരിയലായിട്ട് കാണുക തന്നെയാണ് ഇപ്പോഴും. ഇപ്പൊ സ്നേഹത്തിനും ആ ഒരു പോയിന്റ് വന്നിട്ടുണ്ട്. അതായത് സ്നേഹം ഒരു കൊടുക്കൽ, ഒരു കമ്മോഡിറ്റി ആയിട്ടുണ്ട്. ഞാൻ ഇത്ര തന്നു, നീ ഇത്ര തന്നിരുന്നു, കൊടുക്കുന്നു, വാങ്ങിക്കുന്നു. ഈ വൺ സൈഡ് പ്രണയമൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു വളരെ കുറവാണ്. സിൻസിയർ ആയിട്ടുള്ള വൺ സൈഡ് പ്രണയങ്ങൾ കുറവാണ്. കാരണം എന്താന്ന് വെച്ചാൽ ഞാൻ 5 തന്നെങ്കിൽ നീ എനിക്ക് 5 തരണം, അല്ലെങ്കിൽ 10 തരണം, അതാണല്ലോ ഒരു കണക്ക്. ഒരു സൈഡിൽ നിന്ന് മാത്രം സ്നേഹം ഇങ്ങനെ ചൊരിഞ്ഞുകൊണ്ടിരുന്നാൽ മറ്റേ സൈഡ് ഇല്ല. അത് കൊടുക്കരുത് എന്നുള്ളൊരു സാധനമുണ്ട്. അങ്ങനെ ഇല്ല, അങ്ങനെ ഒരു റൂളില്ല. പ്രണയത്തിൽ അങ്ങനെ ഒരു റൂളില്ല, സ്നേഹത്തിന് അങ്ങനെ ഒരു റൂളില്ല. അപ്പോ സമൂഹം വേറൊരു വഴിക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ളതിന് ഒരു ഐഡിയ ഇല്ല. ഒരു കാര്യം കൂടെ ചോദിച്ച് അവസാനിപ്പിക്കാം. അത് കുറച്ച് പൊളിറ്റിക്കലാണ്. കാരണം നമുക്കറിയാം നമ്മൾ കടന്നു പോകുന്ന കാലം ഇങ്ങനത്തെയാണെന്നുള്ളത്. കലാകാരന്മാർ, സാഹിത്യ പ്രവർത്തകർ, ഈ ചിത്രം വരയ്ക്കുന്ന ആളുകൾ, ചലച്ചിത്രകാരന്മാർ, ഇങ്ങനെയൊക്കെ പല വിധത്തിലുള്ള ആളുകൾ നേരിടുന്ന വലിയൊരു വിഷയമുണ്ടല്ലോ. സെൻസർഷിപ്പ് അടക്കമുള്ള, അല്ലെങ്കിൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ എങ്ങനെയാണ് നമ്മുടെ ഓരോ കലയിലും വന്ന് കയറുന്നതെന്ന് പറഞ്ഞ നമുക്കറിയാം. പല പ്രമുഖ ചിത്രകാരന്മാർ നേരിട്ടിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അവരുടെ ആവിഷ്കാരത്തെ സ്വതന്ത്രമായി വരച്ചിടാൻ കഴിയാതെ വരച്ചിട്ടതിൻ്റെ പേരിൽ ആക്രമിക്കപ്പെട്ട ഒരുപാട് ആളുകളുള്ള നാടാണ് നമ്മുടേത്. അത്തരം ഒരു സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ ആൾക്കു ലംഘിക്കുന്ന ഒരുപാട്
കാര്യങ്ങളുണ്ടല്ലോ, ലംഘിച്ച് മുമ്പോട്ട് പോകുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മതങ്ങളുടെ തത്വമായിരിക്കാം, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു ഭരണ സംവിധാനത്തിന്റെ തത്വമായിരിക്കാം, ഒരു പുരുഷാധിപത്യ സമൂഹത്തിന്റെ തത്വസംഹിതകളായിരിക്കാം, അല്ലെങ്കിൽ ഈ രതിയാകറ്റി നിർത്തുന്ന ശരീരത്തെ മറ്റെന്തോ വസ്തുവായി കാണുന്ന, അതിനെപ്പറ്റി സംസാരിക്കുന്നവരൊക്കെ മോശക്കാരാണെന്നൊക്കെ ചിത്രീകരിക്കുന്ന ഒരു സമൂഹത്തിന്റെ പൊതുബോധത്തെ തകർത്തുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. ഇങ്ങനെ പല പ്രകാരത്തിലുള്ള വേലികളെല്ലാം ഭേദിച്ചാണ് ആൾക്കോടെ പെയിന്റിങ്ങിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളോട്. ആ ഒരു പ്രോസസ്സ് എങ്ങനെയാണ് ഉൾക്കൊള്ളുന്നത്? അതിൻ്റെ ഒരു തരം ഒന്ന് എനിക്ക് ചോദിക്കാനുള്ള, അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? നേരത്തെ സൂചിപ്പിച്ചു, കൃഷ്ണനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയം സൂചിപ്പിച്ചിരുന്നു. ഉണ്ടെങ്കിൽ പിന്നെ അതിനുള്ള നിലപാടെന്താണ്? നിങ്ങൾക്കൊരു നിലപാടുണ്ടാവുമല്ലോ, നിങ്ങൾക്ക് പറയാനായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഉണ്ടാവുമല്ലോ ആ കാര്യത്തിൽ, അതെന്താണ്? പബ്ലിക്കായിട്ട് നമ്മൾ ഗവൺമെന്റ് റിലേറ്റഡ് ആയിട്ടൊരു ചെയിൻ ഓഫ് ഗാലറീസ് ഉള്ള കേരളത്തിലുള്ളൊരു ആൾക്കാരെ നമ്മൾ സമീപിച്ചായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ പല ജില്ലകളിലായിട്ട് ഞങ്ങളുടെ പ്രൊഫൈല് കിടപ്പുണ്ട്. അപ്പോൾ ആ ആൾക്കാർ ഇങ്ങനത്തെ ആർട്ട് വർക്ക് നമ്മൾ പ്രദർശിപ്പിക്കുന്ന ഒരു കാറ്റഗറി നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നു എന്നുള്ളത് മോശമല്ലേ, അത് നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് അതിൽ നിന്ന് മനസ്സിലായത് ആൾക്കാർക്ക് പബ്ലിക് വാലിഡേഷൻ ആണ് വേണ്ടത്. എനിക്ക് ആ വാലിഡേഷൻ വേണ്ട. അപ്പോൾ ഞാൻ നോക്കുന്നത് പ്രൈവറ്റ് ആയിട്ടുള്ള ഗാലറീസ് ആണ് നമുക്കിപ്പോൾ ഉള്ളൊരു ഓപ്ഷൻ. സോ ഞാൻ പറയുന്നത് കൂടുതൽ അറ്റ്ലീസ്റ്റ് പ്രൈവറ്റ് ഗാലറീസ് എങ്കിലും ഇങ്ങനെയുള്ള കോൺസെപ്റ്റുകൾ അക്കോമഡേറ്റ് ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ഗവൺമെൻറ് ലെവലിൽ നമുക്ക് പറ്റിയില്ല എങ്കിൽ പോലും പറയുന്നത് ഗവൺമെൻറ് ലെവലിലും പറ്റണം. ഇതൊരു എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഉള്ളൊരു സ്പേസ് ആണ്. അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഏജ് റെസ്ട്രിക്ഷൻ വെച്ച് ഞാൻ പറഞ്ഞേ വിത്ത് ഓൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് നമുക്കൊരു എക്സിബിഷൻ നടത്താൻ കഴിഞ്ഞാൽ ഈ വിഷയത്തിലേക്ക് കൂടുതൽ സംസാരിക്കാനുള്ളൊരു സ്പേസ് നമുക്ക് ഓപ്പൺ ആവും. അതുപോലെ പ്രൈവറ്റ് ഗാലറീസും നമുക്ക് ഓപ്പൺ ആക്കാനുള്ള ഒരുപാട് റിസർവേഷൻസ് നമുക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനത്തെ പ്രീമിയം ആയിട്ടുള്ള, ഞാൻ പറയുന്നത് ഇതിനെ പ്രീമിയം ആയിട്ട് തന്നെ കാണുക, പബ്ലിക്കിലേക്ക് ഇറക്കണ്ട. ശരിയാണ്, ഏജ് റെസ്ട്രിക്ഷൻസും പിന്നെ നമുക്ക് ഓരോ സമൂഹത്തിൽ ഓരോരോ അഭിപ്രായമുള്ള ആൾക്കാർ, ഇതുമായിട്ട് ചേർന്ന് പോകുന്ന അഭിപ്രായമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ എന്താ പറയുക, സെക്ഷൽ ആക്ടിവിറ്റിയെ, ന്യൂഡിറ്റിയെ പ്രണയത്തോടു കൂടി കാണുന്ന ആൾക്കാർ വന്ന് കണ്ടോട്ടെ. അവർക്കിതൊരു എഡ്യൂക്കേഷൻ പ്രോസസ്സ് കൂടെ ആക്കി മാറ്റാൻ കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ അതാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. കുറച്ചുകൂടെ ഓപ്പണായിട്ട് ഈ വിഷയത്തെ കാണുക എന്നുള്ളതാണ്. നിങ്ങൾ ഓപ്പണായിട്ട് ഈ വിഷയത്തെ സമീപിക്കുമ്പോൾ തന്നെ ഒരുപാട് വഴികൾ തുറന്നു വരും. ഭാവി പരിപാടികൾ ഈ പറഞ്ഞ പോലൊരു ഗാലറി ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഭാവി പരിപാടി. ഇതിന്റെ കൂട്ടത്തിൽ മാക്സിമം എന്നാൽ കഴിയുന്ന എല്ലാ ഗാലറീസും ഞാനൊന്ന് ടച്ച് ചെയ്ത് അവർക്കിത് എക്സിബിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് അന്വേഷിക്കും. ഇപ്പൊ കുറെ പേര് പറഞ്ഞു ബാംഗ്ലൂര്, ഗോവ പോവും എന്നുള്ളതാണ്. ഞാൻ ജനിച്ചു വളർന്നത് തിരുവനന്തപുരത്താണ്. അവിടെ തന്നെ ആദ്യത്തെ എക്സിബിഷൻ നടത്തുക എന്നുള്ളതാണ് എൻ്റെ വാശി. അപ്പോൾ ജനിച്ച നാട്ടിൽ തന്നെ ഞാനൊരു എക്സിബിഷൻ ഓർഗനൈസ് ചെയ്തതിന് ശേഷം മാത്രമേ വേറെ ഏത് നാട്ടിലും കൊണ്ടുപോയി ഇത് പ്രദർശിപ്പിച്ച് ഇതിലൊരു സെല്ലിംഗ് പോയിന്റ് കൂടെ വരുന്നുണ്ട് നമുക്ക്. അപ്പോൾ ഇത് ആക്ച്വലി കാഴ്ചക്കാരുടെ മൂല്യമാണ് ഇതിനൊരിക്കലും ഞാനല്ല പ്രൈസ് ഇടുക. ഒരു ബിഡിങ് പോയിന്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളിപ്പോൾ ഒരു പ്രൈസ് പറയുകയാണെങ്കിൽ അതിൻ്റെ മുകളിൽ വിളിക്കുന്നവർക്ക് ഇത് ലേലം പോലെ കൊടുക്കുന്ന ഒരു സ്കീമുണ്ട്. സോ മോസ്റ്റ് പ്രോബബ്ലി ഞാൻ അതായിരിക്കും ചൂസ് ചെയ്യുക. ട്രിവാൻഡ്രത്ത് എക്സിബിറ്റ് ചെയ്യുമ്പോൾ വിറ്റുപോയില്ലെങ്കിലും പുറത്ത് ഉണ്ടാവും. എന്തായാലും ആദ്യത്തെ വർക്ക് അവിടെ തന്നെ പ്രദർശിപ്പിക്കുക എന്നുള്ളൊരു സൂൺ ഈ കൊല്ലത്തിൽ തന്നെ അത് സാക്ഷ്യം ലൈക്ക് ചെയ്തെടുക്കണം എന്നുള്ളൊരു പ്ലാനുണ്ട്. എത്രയും പെട്ടെന്ന് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. പ്രിയമുള്ളവരെ, നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് സമയം എന്ന് പറയുന്നത് വളരെ എന്നെ സംബന്ധിച്ചുള്ള വ്യക്തിപരമായ വലിയ ആത്മസംതൃപ്തി ഉണ്ടായ ഒരു സമയമായിരുന്നു. കാരണം ഒരു ആർട്ടിസ്റ്റ്, ഒരു കലാകാരൻ അല്ലെങ്കിൽ കലാകാരി എന്ന് പറയുന്ന ആൾ നടത്തുന്ന ഇടപെടൽ എന്ന് പറയുന്നതാണല്ലോ. പറഞ്ഞ പോലെ വേറൊരു കോണ്ടെക്സ്റ്റിലാണെങ്കിൽ പോലും സുഭാഷ് തന്നെ എഴുതിയിട്ടുണ്ട്, സമയക്രമം തെറ്റിച്ച് കഥ പറയാനുള്ള ശേഷി ദൈവത്തിനില്ല. ആ ഒരു കാരണത്താൽ നോവൽ എഴുത്ത് തന്നെ ദൈവവും ആരാധിക്കുന്നു എന്ന് പറയുന്നത്. ഈ ദൈവം എന്ന് പറഞ്ഞൊരു സങ്കല്പം ഉണ്ടെങ്കിൽ തന്നെ പക്ഷെ ദൈവവും ആരാധിക്കുന്ന ആളുകളായിരിക്കും ആർട്ടിസ്റ്റുകളെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ദൈവത്തിന് മുകളിൽ നിൽക്കുന്ന ആളുകളാണ് ആർട്ടിസ്റ്റ്. കാരണം പൂർണ്ണമായി മറ്റൊരു സാധനം കെട്ടിയുണ്ടാക്കി അത് അവതരിപ്പിക്കുകയാണ് ആളുകളുടെ മുമ്പിലേക്ക്. അങ്ങനെ വലിയൊരു ദൗത്യമാണല്ലോ ആർട്ടിസ്റ്റ്. അപ്പം ആൽക്കോ നടത്തുന്നത് വലിയൊരു പ്രസ്താവനയാണ്, സ്റ്റേറ്റ്മെൻ്റ് ആണ്.
അത് നമ്മുടെ കാലം ആവശ്യപ്പെടുന്ന, നമ്മുടെ ലോകം ആവശ്യപ്പെടുന്ന, നമ്മുടെ വീടുകൾ ആവശ്യപ്പെടുന്ന, നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആവശ്യപ്പെടുന്ന, നമ്മുടെ സദാചാര സങ്കല്പങ്ങളും സൗന്ദര്യ സങ്കല്പങ്ങളും ഒക്കെ പൊളിച്ചെഴുതുന്ന ഒരു തരം നിലപാടാണ് ആൽക്കോ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഇപ്പം പറഞ്ഞ പോലെ പ്രദർശനങ്ങൾ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. രതിയെക്കുറിച്ച്, ലൈംഗികതയെക്കുറിച്ച്, ശരീരത്തെക്കുറിച്ച്, നഗ്നതയെക്കുറിച്ച്, അതൊക്കെ മനുഷ്യൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണെന്നും അടിസ്ഥാന ചോദനകളാണെന്നും ഒക്കെ മനസ്സിലാക്കി ഇടപെടുന്ന ഒരു സമൂഹമായി നമ്മൾ പരിവർത്തനം പ്രാപിക്കേണ്ടതുണ്ട്. അതിനൊക്കെ ആൽക്കോ അടക്കമുള്ള ആളുകളുടെ ഇടപെടലുകളെന്ന് പറയുന്നത് വളരെ വലുതാണ്, വളരെ പ്രശംസനീയമാണ്. പ്രിയപ്പെട്ടവരോട് പറയാനുള്ളത് എക്സിബിഷനുകൾ ഉണ്ടാകണം. നമ്മൾക്കുള്ളതൊക്കെ ആൽക്കോ വരച്ചിട്ടുള്ളൂ, അതായത് പുറത്തു നിന്നുള്ള ഒന്നും ആൽക്കോ എടുത്തിട്ടിട്ടില്ല. അതുകൊണ്ട് ഒരു വിശാലമായ സമീപനം ഈ വിഷയത്തോടുണ്ടാക്കണം. ഈ ഒരു ആൽക്കോയുടെ ചുവട് പിടിച്ച് ഇത്തരം മേഖലകളിലേക്ക്, ഇത് തന്നെ എറോട്ടിക് എന്ന് പറയുന്ന മേഖല തന്നെയല്ല ഞാൻ പറയുന്നത്, എന്താണോ നിങ്ങൾക്ക് വരയ്ക്കാൻ ആഗ്രഹിക്കുന്നത് അത് ഏത് തരത്തിലുള്ള ഭാവനയായാലും അതിന് ഒരു മടിയും കൂടാതെ ആവിഷ്കരിക്കുക. അതിന് നിങ്ങളെ പിന്നോട്ട് വലിക്കുന്ന ഘടകങ്ങളെല്ലാം മാറ്റി നിർത്തുക. മറിച്ച് നിങ്ങൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നത് എന്താണോ, ഒരു റെസ്ട്രിക്ഷനും ഇല്ലാതെ, ഒരു പരിധിയും അതിന് കൽപ്പിക്കാതെ, ഒരു കാഴ്ചപ്പാടുകളും അതിനെ പിന്തിരിപ്പിക്കാതെ മുമ്പോട്ട് കൊണ്ടുപോവുക. അതിനൊരു വലിയ ഉദാഹരണമാണ് ആൽക്കോ. ഒരുപാട് പേർക്ക് പ്രചോദനമാകട്ടെ എന്ന് ആശംസിക്കുന്ന ആൽക്കോയുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കുമുള്ള ആശംസകൾ നൽകുന്നു. സഹിതത്തോട് സഹകരിച്ചതിന് ഒരുപാട് നന്ദി. താങ്ക് യു.